ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസ് കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ വീട്ടിൽ കടകളിൽ നിന്നൊന്നും വാങ്ങാതെ നമ്മളെ വീട്ടിൽ ഫ്രഷായി തന്നെ ഇങ്ങനെ നല്ല രുചിയോടെ മല്ലിപ്പൊടി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പാനകളുടെ മൂടികളൊക്കെ നമ്മൾ പാനയൊക്കെ മഷി തീർന്നു കഴിഞ്ഞാൽ വലിച്ചെറിയാണ് പതിവ്. അപ്പോൾ അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കതുകൊണ്ടുള്ള ടിപ്പ് ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ പാക്കറ്റിലൊക്കെ വരുന്ന ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കുപ്പികളിലൊക്കെ അല്ലെങ്കിൽ പാത്രങ്ങളിൽ ഓർഗനൈസർ ചെയ്ത് വയ്ക്കുന്ന സാധനങ്ങളൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ക്ലിപ്പോ സാധനങ്ങളോ ഒക്കെ വെച്ചിട്ട് നമ്മൾ റെഡിമെയ്ഡ് വരുന്നത് പോലെയുള്ള ക്ലിപ്പുകളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ വെച്ചിട്ട് നമ്മൾ സെക്യൂർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്തവരാണെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ പാനയുടെ മൂടികളൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കുത്തിവെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല സെക്യൂറായിട്ട് ഒട്ടും പുറത്തേക്കൊന്നും പോവാതെ നല്ല എയർടൈറ്റായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ അടുത്ത ടിപ്പിലേക്ക് കിടക്കുക. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചെറുനാരങ്ങയൊക്കെ നോമ്പുകാലമൊക്കെ അല്ലേ വരുന്നത്. നോമ്പുകാലം അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ മേടിച്ച് വെക്കാറുണ്ട് വെള്ളം കുടിക്കാനായിട്ട്. പ്രത്യേകിച്ച് നോമ്പുകാലത്ത് നമ്മൾ നാരങ്ങയൊക്കെ മേടിച്ച് അധികം സൂക്ഷിക്കും. കാരണം നാരങ്ങകളിലൊക്കെ പ്രായവർക്കൊക്കെ എപ്പോഴും ജ്യൂസൊക്കെ ആണെങ്കിലും എല്ലാവർക്കും നിർബന്ധമാണ് അത് വീട്ടിലുണ്ടാവണം എന്നുള്ളത്. നാരങ്ങളും കുടിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നാരങ്ങ പെട്ടെന്ന് ചീഞ്ഞു പോകാൻ തുടങ്ങും. അപ്പോൾ ചീഞ്ഞു പോവാതെ കുറേ നാൾ ഫ്രഷ് ആയിട്ടിരിക്കാനുള്ള ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുത്തുള്ളത് ക്ലിംഗ് റാപ്പാണ് കേട്ടോ. ഇതുപോലെയുള്ള എല്ലാവരും വീട്ടിലുണ്ടാവുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഓരോ ചെറുനാരങ്ങയും നമുക്ക് ഇതുപോലെ ഒന്ന് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് പൊതിഞ്ഞു കൊടുക്കാം. അങ്ങനെ പൊതിഞ്ഞു കൊടുത്തതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ നാൾ ഒട്ടും ആയി കൊടുക്കാത്തത് കൊണ്ട് ഇത് ഒട്ടും ചീഞ്ഞു പോകത്തൊന്നുമില്ല. കുറേ നാളുകൾ ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഇത് നാരങ്ങകൾ ഇങ്ങനെ റാപ്പ് കൊണ്ട് പൊതിഞ്ഞ നാരങ്ങകൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേ നാൾ ഒട്ടും ചീഞ്ഞു പോകാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തൊക്കെ എന്തായാലും നമ്മൾ നാരങ്ങയൊക്കെ വില കുറവിന് കാണുമ്പോൾ മേടിച്ചിട്ട് നമ്മൾ സൂക്ഷിക്കും. അപ്പോൾ ഒന്ന് ചീഞ്ഞു പോകാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലീൻ റാപ്പ് കൊണ്ട് ഓരോന്നും സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നെണ്ണം ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ മിഠായികളൊക്കെ പൊതിയുന്നത് പോലെ അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പം ഞാൻ സെപ്പറേറ്റാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ പൊതിഞ്ഞിട്ട് ഇതുപോലെയുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് നമുക്ക് വെക്കുകയാണെങ്കിൽ കുറേ നാൾ ചീഞ്ഞു പോകാതെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ തണ്ണിമത്തൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഇപ്പോൾ തണ്ണിമത്തയുടെ സീസണല്ലേ, പ്രത്യേകിച്ച് നോമ്പ് കാലത്ത് നമ്മൾ ഒരുപാട് എപ്പോഴും മേടിക്കുന്ന ഒരു സാധനം, സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു സാധനമാണ് അല്ലേ. അപ്പോൾ നമ്മൾ തണ്ണിമത്തൊക്കെ മുറിച്ചിട്ട് പകുതി ഇതുപോലെയൊക്കെ ഫ്രിഡ്ജിൽ വെക്കേണ്ടി വന്നാൽ നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ നല്ല സ്മെല്ലും ഫ്രഷ്നെസ്സൊക്കെ പോയി പിന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ ഒരു സ്മെല്ലൊക്കെ അതിൻ്റെ ഒരു ഫ്രഷ്നെസ്സൊക്കെ നഷ്ടപ്പെടാനിടയുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുപോലെ മുറിച്ച് വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് കൊണ്ട് ഒന്ന് കവർ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രഷായിട്ട് കുറച്ച് ദിവസമൊക്കെ നല്ല കേട് കൂടാതെ നല്ല ഫ്രഷോടുകൂടി നല്ല എന്താ പറയുക ഒട്ടും ചീഞ്ഞു പോകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് റാപ്പ് കൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ കുറേശ്ശൊക്കെ ആവില്ല, ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും, ചെറിയ കഷ്ണങ്ങളൊക്കെ ആവും, ചിലപ്പോൾ നോമ്പ് കാലത്തൊക്കെ എടുക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ 2, 3, 4 ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ മുറിച്ച് വെച്ചാൽ നമ്മൾ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും ചീഞ്ഞു പോകാതെ നല്ല ഫ്രഷായിട്ടുള്ള സ്മെല്ലോട് കൂടി തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും, ഒട്ടും ചീഞ്ഞു പോകത്തൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അടുത്ത ടിപ്പ് നമ്മൾ മെയിനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ. ഇനി കടകളിൽ നിന്ന് പാക്കറ്റിൽ മല്ലിപ്പൊടി ഒന്നും വാങ്ങാതെ നമ്മൾ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നല്ല രുചിയുള്ള മല്ലിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 500 ഗ്രാം മല്ലിയാണ് കേട്ടോ. അത് 1/2 കിലോ മല്ലിയുടെ അളവാണ് ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് ഇതിൻ്റെ കെട്ടൊക്കെ ഒന്ന് അഴിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം അഴുക്കുകളൊക്കെ ഉണ്ട്, നമ്മൾ മുറത്തിലൊക്കെ ഇട്ടിട്ട് ചേറുക എന്ന് പറയില്ലേ, പ്രായവരെയൊക്കെ ചെയ്യില്ല, അതുപോലെ നമുക്ക് ചേറിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ അധികമൊന്നും ഞാൻ തുറന്നു നോക്കിയപ്പോൾ അധികമൊന്നും കണ്ടില്ല കേട്ടോ, കൂടുതലായിട്ടുള്ള അഴുക്കുകളൊന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടാൽ തന്നെ അതിൻ്റെ മുകളിൽ പൊന്തിപ്പോവും, അങ്ങനെയുള്ളത് വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെ കളഞ്ഞെടുക്കാം കേട്ടോ. ഇത് നമുക്ക് ഒരു നല്ല വെള്ളത്തിൽ 3, 4 തവണ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോഴത്തേക്ക് ഞാൻ സിങ്കിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3, 4 തവണ നമുക്ക് ഇതൊന്ന് കഴുകിയെടുക്കാം.
3-4 ഒരിക്കലും വെള്ളത്തിലിട്ടിട്ട് കുറേ നേരം അങ്ങനെ കുതിരാനായിട്ടൊന്നും വെക്കരുത്. പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ 3-4 വെള്ളത്തിൽ കഴുകിയെടുത്ത് ഞാനിതേ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഒരു അരിപ്പപ്പാത്തിലേക്ക് മാറ്റിയിട്ട് വെള്ളം അങ്ങനെ വാർന്നു പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഓപ്പൺ ടെറസിലാണ് ഇതുപോലെ കൊണ്ടുപോയിട്ട് ഒന്ന് വിരിച്ചിട്ട് കൊടുക്കും. ഒരു തുണീൻ്റെ മുകളിൽ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അങ്ങോട്ടൊന്ന് ആക്കി കൊടുത്താൽ പെട്ടെന്ന് ഉണങ്ങാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പം ഞാൻ നല്ല രീതിയിൽ തന്നെ വിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതിൻ്റെ ഒരു ദിവസത്തെ വെയിലാണ് ഇപ്പം ഞാനിവിടെ കൊള്ളിക്കുന്നത്. അപ്പോൾ അതേ കാലത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം ഫുള്ള് വെയിൽ കൊണ്ടിട്ട് ഇനി ഞാൻ വൈകുന്നേരമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഒരു പാന് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ അത് നല്ലതായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിലത്ത് വെച്ചതുകൊണ്ട് നല്ല രീതിയിൽ നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പാൻ ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന മല്ലി നമ്മൾക്ക് കടകളിൽ നിന്ന് 2 സ്പൂണൊക്കെ മേടിക്കുന്ന മല്ലിപ്പൊടി 2 സ്പൂൺ ചേർക്കുന്ന സ്ഥാനത്ത് 1 സ്പൂൺ ചേർത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് രുചി കൂട്ടാനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് അരക്കിനോലിലേക്ക് ഒരു 3 സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 സ്പൂൺ കണക്കെ ഒരു കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ അളവിൽ പെരിഞ്ജീരകം, വലിയ ജീരകമില്ലേ, ആ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 5-6 തണ്ട് ഇത് വേപ്പില കൂടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേപ്പില ഞാൻ ഇതേപോലെ മല്ലി കഴുകാനായിട്ട് വെച്ചപ്പോൾ ജസ്റ്റ് വീട്ടിലുണ്ടായതാണ്. എന്നാലും നമ്മളൊന്ന് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് അതിൻ്റെ കൂടെ ഒന്ന് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം മാറുന്നപ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളമായി ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. നന്നായി വെള്ളം തോർത്തി കളഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളമൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ള വേപ്പിലയും കൂടിയാണ്. അപ്പോൾ വേപ്പില നമുക്ക് എത്ര ഇട്ട് കൊടുത്താലും വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ചൂടായതുകൊണ്ട് ഒരുപാട് നേരം നിന്ന് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. കൂടി വന്നൊരു 10 മിനിറ്റ് അത്രയും വേണ്ടി വരില്ല, അത്രയും വേണ്ടി വരില്ല ചിലപ്പോൾ കേട്ടോ. നമ്മൾ കൈ എടുക്കാതെ തന്നെ വറുത്തുകൊണ്ടിരിക്കണം. കാരണം അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. പെട്ടെന്ന് കരിഞ്ഞു പോകും. ചൂടായി കഴിഞ്ഞാൽ മല്ലിയൊക്കെ അല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒന്ന് അവിടെ തന്നെ നിന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്ക് കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഒരു വെയിൽ കൊണ്ട സാധനം ആയതുകൊണ്ട് നമുക്ക് അധികം നേരം വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ചൂടാകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വറുത്ത് പൊടിക്കുന്നത് കൊണ്ട് നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ. നമുക്ക് ചിലരൊക്കെ വെയിലത്ത് 2-3 ദിവസത്തെ വെയിലത്ത് വെച്ചിട്ട് പൊടിച്ചെടുക്കുന്നവരുണ്ട്. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ രുചി കൂടുതലാണ് ഇങ്ങനെ വറുത്ത് പൊടിച്ചെടുക്കിടുമ്പോൾ. കുറേ നാൾ ഇതുപോലെ നമുക്ക് പൂപ്പലോ ഒന്നും കൂടാതെ കുറേ നാൾ ഫ്രഷായിട്ട് നല്ല സ്മെല്ലോട് കൂടി നമുക്ക് ഇതുപോലെ വർഷങ്ങളോളം സൂക്ഷിക്കാനായിട്ടും ഈ ഒരു മല്ലിപ്പൊടി സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തയക്കുകയാണെങ്കിൽ അവിടെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ വേപ്പിലൊക്കെ ഒന്ന് എന്താ പറയുക മുരിഞ്ഞ് വരുന്നതാണ് ഇതിൻ്റെ പാകട്ടോ. അപ്പോൾ അത് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ വേഗം തന്നെ അത് ഓഫ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതായത് ആ പാത്രത്തിൽ നിന്ന് വെക്കുമ്പോൾ അതിൻ്റെ ചൂട് കൊണ്ട് അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുകൊണ്ടാണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. 10 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാകും. അപ്പോൾ ആ വേപ്പിലൊന്ന് ജസ്റ്റ് മുരിഞ്ഞു നോക്ക്. കൈ കൊണ്ട് ഇങ്ങനെ പൊടിയുന്നതാണ് അതിൻ്റെ പരുവ കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. ജസ്റ്റ് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ. ആ ചൂട് കൊടുക്കുന്ന നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ചെറിയൊരു ചൂട് ആ ചൂട്ടോടക്കിനെ പിടിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം ഞാനിതേ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ, നന്നായി പൊടിയുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഏത് ജാറാണ്, ഇടയിലുള്ള ജ്യൂസ് ജാറ്, വേറൊരു ജാറ്, ഇതുപോലെ ചെറിയ ജാറ് ഉണ്ടാവുക. ആ നടുവിലത്തെ ജാറിൽ പൊടിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ എനിക്ക് അരവ് കൂടുതൽ ഈ ഒരു ഗ്രൈൻഡറിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ഇട്ട ട്രിപ്പ് ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ എനിക്ക് ഇതേ ഫസ്റ്റത്തതിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് തന്നെ അരിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മല്ലിപ്പൊടി എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ.
ഫുള്ള് ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതേ ഫുള്ള് ഇത്രയും മല്ലി, ഇപ്പം 1/2 കിലോ മല്ലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും അളവിൽ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വറുത്ത് പൊടിക്കുമ്പോൾ എത്ര നാളിരുന്നാലും ഇത് പൂത്തു പോകില്ല. പിന്നെ കറികൾക്ക് രുചി കൂട്ടാനായിട്ട് നമ്മൾ ഇത്രയും സാധനങ്ങളൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. നല്ല ഫ്ലേവറബിൾ ആയിട്ടുള്ള ഒരു മല്ലിപ്പൊടി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു ഗ്ലാസ് ജാറിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് അതിൻ്റെ ചൂട് നമ്മൾ അടിച്ചെടുത്തിട്ട് ചൂടൊക്കെ ഉണ്ടെങ്കിൽ ആ ചൂട് മാറിയതിന് ശേഷം ഒട്ടും വെള്ളമായി ഒന്നുമില്ലാത്ത ഇതുപോലെയുള്ള ജാറിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മായം കലർന്ന മല്ലിപ്പൊടി നമ്മൾ കടകളിൽ നിന്ന് വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. നോമ്പ് കാലത്ത് വളരെ ഉപകാരമുള്ളതാണ് കേട്ടോ ഇതുപോലത്തെ മല്ലി. ഇത് വെച്ച് നമുക്ക് കറികളൊക്കെ ഇറച്ചി കറിയാണെങ്കിലും മീൻ കറിയാണെങ്കിൽ എന്ത് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയായിട്ട് ഇരിക്കും കേട്ടോ. അപ്പം ഞാനിത് ഈ ബോട്ടിൽ ഫുള്ളുണ്ട്. ഇനി ഇത് ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് ഈ ചെറിയൊരു പാത്രത്തിലേക്ക് കൊണ്ടുള്ളത് ഇതിലുണ്ട് കേട്ടോ. അപ്പം ഞാനൊരു ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതിൽ നിന്ന് മാറ്റിയെടുത്താൽ മതി. അതാണ് കൂടുതലും നല്ല കേട്ടോ. വലിയ പാത്രത്തിലെടുത്തിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ ചെറിയ പാത്രങ്ങളിൽ യൂസ് ചെയ്യാനായിട്ട്. ആവശ്യത്തിന് നമുക്ക് വലിയ പാത്രം കഴിയുമ്പോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഈ രീതിയിൽ തന്നെ നമുക്ക് മുളകും പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടിച്ചതിവിടെ കാണിച്ചിട്ടില്ല. മുളക് ഇതുപോലെ പൊടിച്ചെടുക്കാം. 2-3 തണ്ട്, അധികം വേപ്പില വേണ്ട കേട്ടോ. 2-3 തണ്ട് വേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അതിൻ്റെ തണ്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ മുളകും ഇതുപോലെ പൊടിച്ചെടുക്കാം. വളരെ ഫ്ലേവറായിട്ടുള്ള നല്ല മുളക് പൊടി മല്ലിപ്പൊടി ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്തെടുക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.